എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവര് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ വേറൊരാളുടെ സംസാരിക്കാൻ മടിയാണ്. ഇങ്ങനെയുള്ളവർക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സ്പീക്കിംഗ് പ്രാക്ടീസും കോൺവെർസേഷനും ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു അച്ഛനും മോനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. പറയാൻ എളുപ്പത്തിനായിട്ട് മോൻ അർജുന് പേര് കൊടുക്കുകയാണ്. അർജുൻ ഒരു പിക്നിക്കിന് പോകാൻ വേണ്ടിയിട്ട് അച്ഛനോട് അനുവാദം ചോദിക്കുകയാണ്. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന ഒരു കോൺവെർസേഷൻ തന്നെയാണ്. ആദ്യം നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാം, അത് കഴിഞ്ഞ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇതൊരു ചെറിയ കാര്യം നമുക്ക് തോന്നുമെങ്കിലും നമ്മളെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്കൂൾ കഴിഞ്ഞ് വരുന്ന അർജുനോട് അച്ഛൻ ചോദിക്കുകയാണ്, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിൽ, അല്ലെങ്കിൽ സ്കൂളിലെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു? ഹൗ വാസ് യുവർ ഡേ ടുഡേ അറ്റ് സ്കൂൾ? ഹൗ വാസ് യുവർ ഡേ ടുഡേ അറ്റ് സ്കൂൾ? ഹൗ വാസ് യുവർ ഡേ? നിന്റെ ദിവസം എങ്ങനെയായിരുന്നു? ടുഡേ, ഇന്ന്. ഹൗ വാസ് യുവർ ഡേ ടുഡേ? എങ്ങനെയായിരുന്നു നിന്റെ ഇന്നത്തെ ദിവസം? അറ്റ് സ്കൂൾ, സ്കൂളിൽ. ഹൗ വാസ് യുവർ ഡേ ടുഡേ അറ്റ് സ്കൂൾ? സ്കൂളിലെ നിന്റെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു? അപ്പോൾ അർജുൻ പറയുകയാണ്, ഓ നല്ലതായിരുന്നു, ഇന്ന് എനിക്ക് 2 പുതിയ സുഹൃത്തുക്കളെ കിട്ടി. ഓ ഇറ്റ് വാസ് ഗുഡ്, ടുഡേ ഐ മേഡ് 2 ന്യൂ ഫ്രണ്ട്സ്. ഓ ഇറ്റ് വാസ് ഗുഡ്, ടുഡേ ഐ മേഡ് 2 ന്യൂ ഫ്രണ്ട്സ്. ഇറ്റ് വാസ് ഗുഡ്, നല്ലതായിരുന്നു. ടുഡേ ഐ മേഡ് 2 ന്യൂ ഫ്രണ്ട്സ്. ന്യൂ ഫ്രണ്ട്സ്, പുതിയ സുഹൃത്തുക്കൾ. മെയ്ഡ്, ഉണ്ടാക്കി. ടുഡേ ഐ മേഡ് 2 ന്യൂ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ 2 പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കി. അതായത് എനിക്ക് 2 പുതിയ സുഹൃത്തുക്കളെ കിട്ടി. ഇത് കേട്ട് അച്ഛൻ പറയുകയാണ്, അത് കൊള്ളാം. അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, നിന്റെ പുതിയ പുസ്തകങ്ങൾ കിട്ടിയോ? ദാറ്റ്സ് ഗുഡ്, ഡിഡ് യു ഗെറ്റ് യുവർ ന്യൂ ബുക്സ്? ദാറ്റ്സ് ഗുഡ്, ഡിഡ് യു ഗെറ്റ് യുവർ ന്യൂ ബുക്സ്? ദാറ്റ്സ് ഗുഡ്, അത് കൊള്ളാം. നിന്റെ പുതിയ പുസ്തകങ്ങൾ കിട്ടിയോ? കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഡിഡ് വെച്ചിട്ട് തുടങ്ങാം. ഡിഡ് യു ഗെറ്റ് യുവർ ന്യൂ ബുക്സ്? ഗെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുക. ഡിഡ് യു ഗെറ്റ് യുവർ ന്യൂ ബുക്സ്? നിന്റെ പുതിയ പുസ്തകങ്ങൾ കിട്ടിയോ? ഇതിന് മറുപടിയായിട്ട് അർജുൻ പറയുകയാണ്, അതെനിക്ക് കിട്ടി. ധാരാളം കളർ ചിത്രങ്ങളൊക്കെയുള്ള പുസ്തകങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. യെസ്, ഐ ഗോട്ട് ദം. ദേ ആർ വെരി ഇൻട്രസ്റ്റിംഗ് വിത്ത് എ ലോട്ട് ഓഫ് കളർ പിക്ചേഴ്സ്. അതെ, എനിക്കവ കിട്ടി. യെസ്, ഐ ഗോട്ട് ദം. ഗെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുക, ഗോട്ട് കിട്ടി. ഐ ഗോട്ട് ദം, എനിക്കവ കിട്ടി. ദേ ആർ വെരി ഇൻട്രസ്റ്റിംഗ്, അവ വളരെ രസകരമാണ്. വിത്ത് എ ലോട്ട് ഓഫ് കളർ പിക്ചേഴ്സ്. എ ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട്, പിക്ചർ ചിത്രം. വിത്ത് എ ലോട്ട് ഓഫ് കളർ പിക്ചേഴ്സ്, ഒരുപാട് വർണ്ണചിത്രങ്ങളോടൊപ്പം. ദേ ആർ വെരി ഇൻട്രസ്റ്റിംഗ് വിത്ത് എ ലോട്ട് ഓഫ് കളർ പിക്ചേഴ്സ്. ഒരുപാട് വർണ്ണചിത്രങ്ങളുള്ള അവ വളരെ രസകരമാണ്. ഇത് കേട്ട് അച്ഛൻ പറയുകയാണ്, അപ്പം നീ നിന്റെ പാഠങ്ങൾ ആസ്വദിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദെൻ ഐ എം ഷുവർ യു ആർ ഗോയിങ് ടു എൻജോയ് യുവർ ലെസൺസ്. ദെൻ ഐ എം ഷുവർ യു ആർ ഗോയിങ് ടു എൻജോയ് യുവർ ലെസൺസ്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്. ദെൻ ഐ എം ഷുവർ, ദെൻ അപ്പോൾ. ദെൻ ഐ എം ഷുവർ, അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്. യു ആർ ഗോയിങ് ടു എൻജോയ് യുവർ ലെസൺസ്. ലെസൺ എന്ന് പറഞ്ഞാൽ പാഠം, എൻജോയ് ആസ്വദിക്കുക. യു ആർ ഗോയിങ് ടു എൻജോയ് യുവർ ലെസൺസ്. നീ നിന്റെ പാഠങ്ങൾ ആസ്വദിക്കാൻ പോകുന്നു. ദെൻ ഐ എം ഷുവർ യു ആർ ഗോയിങ് ടു എൻജോയ് യുവർ ലെസൺസ്. അപ്പോൾ നീ നിന്റെ പാഠങ്ങൾ ആസ്വദിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അർജുൻ പറയും, തീർച്ചയായും ഞാൻ ആസ്വദിക്കും. ഓഫ് കോഴ്സ് ഐ വിൽ എൻജോയ്. ഓഫ് കോഴ്സ് ഐ വിൽ എൻജോയ്. ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും. ഐ വിൽ എൻജോയ്, ഞാൻ ആസ്വദിക്കും. ഇത് കേട്ട് അച്ഛൻ പറയും, ശരി, വളരെ നല്ലത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. വീണ്ടും അർജുൻ അച്ഛനോട് ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നമ്മൾ മലയാളത്തിൽ ഇങ്ങനെയൊന്നും ചോദിക്കാറില്ല, പക്ഷേ ഇംഗ്ലീഷിലാവുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഈ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഐ ഹാവ് എ റിക്വസ്റ്റ് ഫോർ യു. ഐ ഹാവ് എ റിക്വസ്റ്റ് ഫോർ യു. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അപേക്ഷ, അല്ലെങ്കിൽ അപേക്ഷിക്കുക, അഭ്യർത്ഥിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ ഹാവ് എ റിക്വസ്റ്റ് ഫോർ യു. എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. അപ്പോൾ അച്ഛൻ പറയും, ദയവായി എന്നോട് പറയൂ. പ്ലീസ് ടെൽ മീ. പ്ലീസ് ടെൽ മീ. ഇത് കേട്ട് അർജുൻ പറയുകയാണ്, എൻ്റെ ഫ്രണ്ട്സ് കൊടൈക്കനാലിലേക്ക് പിക്നിക്കിന് പോകുന്നു. മൈ സ്കൂൾ ഫ്രണ്ട്സ് ആർ ഗോയിങ് ഓൺ എ പിക്നിക് ടു കൊടൈക്കനാൽ. മൈ സ്കൂൾ ഫ്രണ്ട്സ് ആർ ഗോയിങ് ഓൺ എ പിക്നിക് ടു കൊടൈക്കനാൽ. മൈ സ്കൂൾ ഫ്രണ്ട്സ് ആർ ഗോയിങ്. എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സ്കൂളിലെ സുഹൃത്തുക്കൾ പോകുന്നു. ഓൺ എ പിക്നിക്. പിക്നിക് എന്ന് പറഞ്ഞാൽ ഉല്ലാസയാത്ര, ഉല്ലാസയാത്രയ്ക്ക്. ടു കൊടൈക്കനാൽ, കൊടൈക്കനാലിലേക്ക്. മൈ സ്കൂൾ ഫ്രണ്ട്സ് ആർ ഗോയിങ് ഓൺ എ പിക്നിക് ടു കൊടൈക്കനാൽ. എൻ്റെ സ്കൂൾ സുഹൃത്തുക്കൾ കൊടൈക്കനാലിലേക്ക് ഒരു പിക്നിക്കിന് പോകുന്നു. ഇത് കേട്ട് അച്ഛൻ പറയുകയാണ്, ഓ ശരി, ഓ ഓക്കെ, ഓ ഓക്കെ. വീണ്ടും അർജുൻ പറയുകയാണ്, എൻ്റെ സഹപാഠികളോടൊപ്പം പോകാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഐ ഓൾസോ വാണ്ട് ടു ഗോ എലോങ് വിത്ത് മൈ ക്ലാസ്മേറ്റ്സ്. ഐ ഓൾസോ വാണ്ട് ടു ഗോ എലോങ് വിത്ത് മൈ ക്ലാസ്മേറ്റ്സ്. ഐ ഓൾസോ വാണ്ട് ടു ഗോ, എനിക്കും പോകണം. അലോങ് വിത്ത് മൈ ക്ലാസ്മേറ്റ്സ്. അലോങ് വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ അല്ലെങ്കിൽ ചേർന്ന്. അലോങ് വിത്ത് മൈ ക്ലാസ്മേറ്റ്സ്, എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെ.
അല്ലെങ്കിൽ എൻ്റെ സഹപാഠികൾക്കൊപ്പം. ഐ ഓൾസോ വോണ്ട് ടു ഗോ അലോങ് വിത്ത് മൈ ക്ലാസ്മേറ്റ്സ്. എൻ്റെ സഹപാഠികൾക്കൊപ്പം പോകാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അച്ഛൻ പറയും, നിൻ്റെ പരീക്ഷ വളരെ അടുത്താണെന്ന് ഞാൻ കരുതുന്നു. ഐ തിങ്ക് യുവർ എക്സാം ഈസ് വെരി നിയർ. ഐ തിങ്ക് യുവർ എക്സാം ഈസ് വെരി നിയർ. തിങ്ക് എന്ന് പറഞ്ഞാൽ കരുതുക അല്ലെങ്കിൽ വിചാരിക്കുക. ഐ തിങ്ക് ഞാൻ കരുതുന്നു. യുവർ എക്സാം ഈസ് വെരി നിയർ. വെരി നിയർ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത്. ഐ തിങ്ക് യുവർ എക്സാം ഈസ് വെരി നിയർ. നിൻ്റെ പരീക്ഷ വളരെ അടുത്താണെന്ന് ഞാൻ കരുതുന്നു. ഇത് കേട്ട് അർജുൻ പറയുകയാണ്, അതെ അച്ഛാ, അതിന് ഞാൻ റെഡിയാണ്. യെസ് ഡാഡ് ആൻഡ് ഐ എം റെഡി ഫോർ ദാറ്റ്. യെസ് ഡാഡ് ആൻഡ് ഐ എം റെഡി ഫോർ ദാറ്റ്. യെസ് ഡാഡ്, അതെ അച്ഛാ, ഐ എം റെഡി ഫോർ ദാറ്റ്. ഞാൻ അതിന് റെഡിയാണ് അല്ലെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. ഇത് കേട്ട് അച്ഛൻ അർജുനോട് ചോദിക്കുകയാണ്, എല്ലാം വായിച്ചു തീർന്നോ? ഡിഡ് യു ഫിനിഷ് റീഡിങ് എവറിത്തിങ്? ഡിഡ് യു ഫിനിഷ് റീഡിങ് എവറിത്തിങ്? ഫിനിഷ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക അല്ലെങ്കിൽ തീർക്കുക. ഡിഡ് യു ഫിനിഷ്, നീ പൂർത്തിയാക്കിയോ? റീഡ്, വായിക്കുക. എവറിത്തിങ്, എല്ലാം. ഡിഡ് യു ഫിനിഷ് റീഡിങ് എവറിത്തിങ്? നീ എല്ലാം വായിച്ചു തീർന്നോ? അപ്പോൾ അർജുൻ പറയും, ഞാൻ നേരത്തെ തന്നെ പലതവണ എൻ്റെ പുസ്തകം ആവർത്തിച്ച് വായിച്ച് പഠിച്ചിട്ടുണ്ട്. യെസ്, ഐ ഹാവ് ഓൾറെഡി റിവൈസ്ഡ് മൈ ബുക്ക് സെവറൽ ടൈംസ്. യെസ്, ഐ ഹാവ് ഓൾറെഡി റിവൈസ്ഡ് മൈ ബുക്ക് സെവറൽ ടൈംസ്. ഐ ഹാവ് ഓൾറെഡി റിവൈസ്ഡ് മൈ ബുക്ക്. ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഇതിനു മുൻപേ അല്ലെങ്കിൽ നേരത്തെ തന്നെ. റിവൈസ് എന്ന് പറഞ്ഞാൽ പുനഃപരിശോധിക്കുക അല്ലെങ്കിൽ ആവർത്തിച്ച് വായിച്ച് പഠിക്കുക. ഐ ഹാവ് ഓൾറെഡി റിവൈസ്ഡ് മൈ ബുക്ക്. ഞാൻ നേരത്തെ തന്നെ എൻ്റെ പുസ്തകം ആവർത്തിച്ച് വായിച്ച് പഠിച്ചിട്ടുണ്ട്. സെവറൽ ടൈംസ്. സെവറൽ എന്ന് പറഞ്ഞാൽ പല, അനവധി, അനേകം, ഇതൊക്കെയാണ് അർത്ഥം. സെവറൽ ടൈംസ്, പലതവണ. ഐ ഹാവ് ഓൾറെഡി റിവൈസ്ഡ് മൈ ബുക്ക് സെവറൽ ടൈംസ്. ഞാൻ നേരത്തെ തന്നെ എൻ്റെ പുസ്തകം പലതവണ ആവർത്തിച്ച് വായിച്ചു പഠിച്ചിട്ടുണ്ട്. ഇത് കേട്ട് അച്ഛൻ ശരിയെന്ന് പറയുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, രാഹുലും വിനോദും പിക്നിക്കിന് വരുന്നുണ്ടോ? ഓക്കെ, രാഹുൽ ആൻഡ് വിനോദ്, ആർ ദേ കമ്മിങ് ടു ദ പിക്നിക്? ഓക്കെ, രാഹുൽ ആൻഡ് വിനോദ്, ആർ ദേ കമ്മിങ് ടു ദ പിക്നിക്? ഓക്കെ, ശരി, രാഹുൽ ആൻഡ് വിനോദ്, രാഹുലും വിനോദും. ആർ ദേ കമ്മിങ് ടു ദ പിക്നിക്? ആർ ദേ കമ്മിങ്, അവർ വരുന്നുണ്ടോ? ടു ദ പിക്നിക്, പിക്നിക്കിന്. ആർ ദേ കമ്മിങ് ടു ദ പിക്നിക്, അവർ പിക്നിക്കിന് വരുന്നുണ്ടോ? ഇതിന് മറുപടിയായിട്ട് അർജുൻ പറയും, അതെ അച്ഛാ, അവരും വരുന്നുണ്ട്. യെസ് ഡാഡ്, ദേ ആർ ഓൾസോ കമ്മിങ്. യെസ് ഡാഡ്, ദേ ആർ ഓൾസോ കമ്മിങ്. യെസ് ഡാഡ്, അതെ അച്ഛാ, ദേ ആർ ഓൾസോ കമ്മിങ്. അവരും വരുന്നുണ്ട്. ദേ ആർ ഓൾസോ കമ്മിങ്. വീണ്ടും അച്ഛൻ ചോദിക്കുകയാണ്, എത്ര ദിവസത്തേക്കാണ് നിങ്ങളെല്ലാവരും കൊടൈക്കനാലിലേക്ക് പോകുന്നത്? ഫോർ ഹൗ മെനി ഡേയ്സ് ആർ യു ഓൾ ഗോയിങ് ടു കൊടൈക്കനാൽ? ഫോർ ഹൗ മെനി ഡേയ്സ് ആർ യു ഓൾ ഗോയിങ് ടു കൊടൈക്കനാൽ? ഫോർ ഹൗ മെനി ഡേയ്സ് എന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തേക്ക്. ഫോർ ഹൗ മെനി ഡേയ്സ് ആർ യു ഓൾ ഗോയിങ് ടു കൊടൈക്കനാൽ? എത്ര ദിവസത്തേക്കാണ് നിങ്ങളെല്ലാവരും കൊടൈക്കനാലിൽ പോകുന്നത്? അപ്പോൾ അർജുൻ പറയും, ഓൺലി ഫോർ 3 days. 3 ദിവസത്തേക്ക് മാത്രം. ഓൺലി ഫോർ 3 days. 3 ദിവസത്തേക്ക് മാത്രം. വീണ്ടും അച്ഛൻ ചോദിക്കുകയാണ്, അവരെപ്പോഴാണ് പിക്നിക്കിന് പോകുന്നത്? വെൻ ആർ ദേ ഗോയിങ് ടു പിക്നിക്? വെൻ ആർ ദേ ഗോയിങ് ടു പിക്നിക്? വെൻ, എപ്പോൾ. വെൻ ആർ ദേ ഗോയിങ് ടു പിക്നിക്? അവർ എപ്പോഴാണ് പിക്നിക്കിന് പോകുന്നത്? അപ്പോൾ അർജുൻ പറയും, നാളെ രാത്രി. ടുമോറോ നൈറ്റ്. ടുമോറോ നൈറ്റ്, നാളെ രാത്രി. ഇത് കേട്ട് അച്ഛൻ പറയുകയാണ്, ശരി, നിനക്ക് പോകാം. നിനക്ക് എത്ര പണം വേണം? ഓക്കെ, യു മേ ഗോ. ഹൗ മച്ച് മണി ഡു യു വാണ്ട്? ഓക്കെ, യു മേ ഗോ. ഹൗ മച്ച് മണി ഡു യു വാണ്ട്? ഓക്കെ, ശരി, യു മേ ഗോ. യു മേ ഗോ എന്ന് പറഞ്ഞാൽ നിനക്ക് പോകാം. ഹൗ മച്ച് മണി ഡു യു വാണ്ട്? ഹൗ മച്ച്, എത്ര. ഹൗ മച്ച് മണി, എത്ര പണം. ഹൗ മച്ച് മണി ഡു യു വാണ്ട്? നിനക്ക് എത്ര പണം വേണം? അപ്പോൾ അർജുൻ പറയും, 2000 രൂപ മാത്രം. 2000 rupees ഓൺലി. 2000 rupees ഓൺലി. 2000 രൂപ മാത്രം. കാശ് കൊടുത്തോണ്ട് അച്ഛൻ പറയുകയാണ്, ശരി, ഈ പണം എടുക്കൂ. മൊബൈൽ നിൻ്റെ അടുത്ത് വെക്കുക. നീ അവിടെ എത്തുമ്പോൾ എന്നെ അറിയിക്കൂ. ഓൾ റൈറ്റ്, ടേക്ക് ദിസ് മണി. കീപ് മൊബൈൽ വിത്ത് യു. നോട്ടിഫൈ മീ വെൻ യു റീച്ച് ദെയർ. ഓൾ റൈറ്റ്, ടേക്ക് ദിസ് മണി. കീപ് മൊബൈൽ വിത്ത് യു. നോട്ടിഫൈ മീ വെൻ യു റീച്ച് ദെയർ. ഓൾ റൈറ്റ്, ശരി, ടേക്ക് ദിസ് മണി. ഈ പണം എടുക്കൂ. കീപ് മൊബൈൽ വിത്ത് യു. മൊബൈൽ നിൻ്റെ കൂടെ സൂക്ഷിക്കുക. അതായത് മൊബൈൽ നിൻ്റെ അടുത്ത് വയ്ക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോട്ടിഫൈ മീ വെൻ യു റീച്ച് ദെയർ. നോട്ടിഫൈ എന്ന് പറഞ്ഞാൽ അറിയിപ്പ് നൽകുക അല്ലെങ്കിൽ അറിയിക്കുക, പ്രഖ്യാപിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. നോട്ടിഫൈ മീ, എന്നെ അറിയിക്കൂ. വെൻ യു റീച്ച് ദെയർ. റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക അല്ലെങ്കിൽ എത്തിച്ചേരുക. വെൻ യു റീച്ച് ദെയർ, നീ അവിടെ എത്തുമ്പോൾ. നോട്ടിഫൈ മീ വെൻ യു റീച്ച് ദെയർ. നീ അവിടെ എത്തുമ്പോൾ എന്നെ അറിയിക്കുക. ഈ സന്തോഷത്തിൽ അർജുൻ അമ്മയോട് വിളിച്ചു പറയുകയാണ്, അമ്മേ, ഇതൊരു വലിയ സന്തോഷമാണ്. പിക്നിക്കിന് പോകാൻ അച്ഛൻ അനുവദിച്ചു. ദയവായി എൻ്റെ ബാഗ് പാക്ക് ചെയ്യൂ. അമ്മ ഫോട്ടോ എടുക്കാൻ അമ്മയുടെ ക്യാമറ തരൂ. മോം, ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ. ഫാദർ ഹാസ് അലോഡ് മീ ടു ഗോ ഫോർ എ പിക്നിക്. പ്ലീസ് പാക്ക് മൈ ബാഗ്. മോം, പ്ലീസ് ഗീവ് മീ യുവർ ക്യാമറ ഫോർ ടേക്കിംഗ് ഫോട്ടോസ്.
Mom, it's a great pleasure. Father has allowed me to go for a picnic. Please pack my bag. Mom, please give me your camera for taking photos. It's a great pleasure. Great എന്ന് പറഞ്ഞാൽ വലിയ, pleasure സന്തോഷം. It's a great pleasure. ഇതൊരു വലിയ സന്തോഷമാണ്. Father has allowed me to go for a picnic. Allow എന്ന് പറഞ്ഞാൽ അനുവദിക്കുക അല്ലെങ്കിൽ അനുമതി നൽകുക. Father has allowed me. അച്ഛൻ എന്നെ അനുവദിച്ചു. To go for a picnic. പിക്നിക്കിന് പോകാൻ. Father has allowed me to go for a picnic. പിക്നിക്കിന് പോകാൻ അച്ഛൻ എന്നെ അനുവദിച്ചു. Please pack my bag. ദയവായി എൻ്റെ ബാഗ് പാക്ക് ചെയ്യൂ. Mom, please give me your camera for taking photos. Please give me your camera. Give കൊടുക്കുക അല്ലെങ്കിൽ തരിക. Please give me. ദയവായി എനിക്ക് തരൂ. Your camera. നിങ്ങളുടെ ക്യാമറ. For taking photos. ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. Mom, please give me your camera for taking photos. അമ്മേ, ഫോട്ടോ എടുക്കാൻ നിങ്ങളുടെ ക്യാമറ തരൂ. ഇത് കേട്ട് അച്ഛൻ പറയുകയാണ് ക്യാമറ സേഫ് ആയിട്ട് വെക്കുക. കീപ് ദ ക്യാമറ സേഫ്. കീപ് ദ ക്യാമറ സേഫ്. കീപ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുക. സേഫ് സുരക്ഷിതമായി. കീപ് ദ ക്യാമറ സേഫ്. കീപ് ദ ക്യാമറ സേഫ്. അപ്പോൾ അർജുൻ പറയും തീർച്ചയായും. അതിൻ്റെ കൂടെ തന്നെ ഒരു താങ്ക്സും കൂടെ പറയുന്നുണ്ട്. ഷുവർ താങ്ക്സ്. ഷുവർ താങ്ക്സ്. തീർച്ചയായും നന്ദി. അപ്പോൾ ഇനി നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ആദ്യം അച്ഛൻ പറയുന്നത് ഞാൻ പറയും, അർജുൻ പറയുന്നത് നിങ്ങൾ പറയുക. അത് പറയാനായിട്ടുള്ള കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട്. പറയുന്ന സമയത്ത് ഒച്ചത്തിൽ തന്നെ പറയാം. ഹൗ വാസ് യുവർ ഡേ ടുഡേ അറ്റ് സ്കൂൾ? ദാറ്റ്സ് ഗുഡ്. ഡിഡ് യു ഗെറ്റ് യുവർ ന്യൂ ബുക്സ്? Then I'm sure you are going to enjoy your lessons. Okay, very good. Please tell me. Oh, okay. I think your exam is very near. Did you finish reading everything? Okay. Rahul and Vinod, are they coming to the picnic? For how many days are you all going to Kodaikanal? When are they going to picnic? Okay, you may go. How much money do you want? All right, take this money. Keep mobile with you. Notify me when you reach there. കീപ് ദ ക്യാമറ സേഫ്. ഇനി നമുക്ക് നേരെ തിരിച്ചു പറയാം. അർജുൻ പറയുന്നത് ഞാൻ പറയും, അച്ഛൻ പറയുന്നത് നിങ്ങൾ പറയാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓ, ഇറ്റ് വാസ് ഗുഡ്. ടുഡേ ഐ മേഡ് 2 new friends. യെസ്, ഐ ഗോട്ട് them. They are very interesting with a lot of color pictures. Of course, I will enjoy. I have a request for you. My school friends are going on a picnic to Kodaikanal. I also want to go along with my classmates. Yes, Dad, and I am ready for that. Yes, I have already revised my book several times. Yes, Dad, they are also coming. Only for 3 days. Tomorrow night. 2,000 rupees only. Mom, it's a great pleasure. Father has allowed me to go for a picnic. Please pack my bag. Mom, please give me your camera for taking photos. Sure, thanks. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.